ഫെസ്റ്റിവൽ മൈൽസ്റ്റോൺസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പറഞ്ഞാലേ ഇതാ ശിവഗിരി മഠത്തിലാണ് കേട്ടോ. ഇപ്പോൾ ശിവഗിരി മഠത്തിൽ തീർത്ഥാടനം നടക്കുന്ന ടൈമാണ്. കണ്ണുണ്ട് പരമഗുരുവേ നമഃ. പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവന്റെ സാന്നിധ്യത്താൽ അനുഗ്രഹീതമായ വർക്കലയിലെ ഈ പുണ്യഭൂമിയിലേക്ക് എല്ലാ വീഡിയോ എടുക്കാത്ത സമയത്തുള്ള എടുക്കണേ. ഓ വീഡിയോ ഞാൻ എപ്പോഴും വീഡിയോ എടുത്തോണ്ടിരുന്നാലേ എന്നാലും എടുക്കണമെന്ന് വെച്ചാ കാലി കിടക്കണേ പോകും. കാലി മണ്ണിൽ ചടി കിടക്കണേ പോകും. തട്ടടിച്ചൊന്നും സ്റ്റെപ്പ് മൊത്തം താഴെ നോക്കി ഞാനാണ് ക്യാമറമാൻ. തട്ടടിച്ച് വീഴാറില്ല. ഇല്ല എന്താ നിൽക്കുന്നത്? വാ അവ തുപ്പുന്നു. എന്തിന് എന്തിനാടി തുപ്പുന്ന? എന്തിനാ തുപ്പുന്ന? എന്തിന്? എന്താ പ്രശ്നം? എന്ത് എന്തിനാ നിന്റെ പ്രശ്നം? എന്തിനാ നിന്റെ പ്രശ്നം? തീർത്ഥാടനം ഒക്കെ സീസൺ കഴിഞ്ഞു കേട്ടോ. തീർത്ഥാടന സമയം കഴിഞ്ഞ് അതിന് ശേഷമാണ് നമ്മൾ ഇറങ്ങിയത്. സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് സുലയ്ക്കും കുഞ്ഞിനും നമുക്ക് എല്ലാവർക്കും വരണമല്ലോ, രുദ്രയ്ക്കും ഒക്കെ വരണം. അതുകൊണ്ട് നല്ല തിരക്കാണെങ്കിൽ അത് പാടായിരിക്കും. അപ്പം കഴിഞ്ഞ വർഷത്തെ വീഡിയോ കിടപ്പുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ മേളിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണുക. ഇനി നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. എന്തായാലും തിരക്കൊക്കെ കുറഞ്ഞു, ഇപ്പോൾ കച്ചവടങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പോൾ ഇപ്പോൾ തീർത്ഥാടനം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഞായറാഴ്ചയാണ് കേട്ടോ. അന്ന് ഇറങ്ങിയതാണ്. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് വന്നപ്പോൾ രുദ്ര ചോറ് കൊടുത്തിട്ടില്ല രുദ്രയ്ക്ക്. അതുകൊണ്ട് നമ്മൾ അകത്തോട്ട് കയറുന്നില്ല. നമ്മൾ രുദ്ര കിടന്ന് വേളം വയ്ക്കണം കേട്ടോ. അതുകൊണ്ട് നമ്മൾ അകത്തോട്ടൊന്നും കയറുന്നില്ല. നമ്മളിവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെയും കാണിച്ചിട്ട് പോകാം.
കരയണ? എന്ത് തുപ്പാണ്? എൻ്റെ മുഖത്ത് തുപ്പല്ലേ? ഇവിടെ നിന്നിട്ട് അപ്പോൾ നമ്മൾ മുകളിലത്തെ കാഴ്ചയൊക്കെ കണ്ടു കേട്ടോ. ഇനി നമ്മൾ നേരെ താഴോട്ട് പോകണം. ഇത്ര ഭയങ്കര ബഹളം കേട്ടോ. ഇത്തിരി ഒരു ഹായ് കൊടുത്താണ്. ഹായ് കൊടു. ഇത്ര മുഖത്ത് തുപ്പും. അപ്പൊ നമുക്ക് ഇനി താഴോട്ട് പോവാം. ഇനി വ്ളോഗർ സുലയാണ്. അപ്പം നമ്മൾ താഴോട്ട് പോകണം. താഴോട്ട് പോയിട്ട് താഴെയുള്ള കാഴ്ചകളൊക്കെ കാണാം. നല്ല ഇരുട്ടാവുന്നുണ്ട്. ഇരുട്ടാവുന്നതിന് മുമ്പ് ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണം. അവരെന്നെ കൂട്ടാതെ മുമ്പേ പോവുകയാണ്. വലിയ വീഡിയോ ഒക്കെ എടുത്തിട്ട് പതുക്കെ വന്നാൽ മതി. ഞാനും രുദ്രനും കൂടെ എല്ലാം പോയി കണ്ട്. കാറിന് ലൈറ്റ് കണ്ടപ്പോഴത്തേക്ക് ഒരു സന്തോഷം. ലൈറ്റ് ഇവക്ക് നാളെ ഇതേ സമയത്ത് ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ലൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ലൈറ്റ് കാണപ്പം ആശ്ചര്യമായിട്ടാണ് ഇവിടെ നോക്കണം. നമ്മളിനി എങ്ങോട്ടാണ് പോണത്? ഇനി നമ്മൾ താഴെ പോകണം. പിന്നെ നിനക്ക് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ പാനിപൂരി, ചോളം വേണ്ടേ? ചോളം വേണം. പിന്നെ കോളിഫ്ലവർ പൊരിച്ചത്. കോളിഫ്ലവർ പൊരിച്ച അതിനെന്താ? ഗോബി മഞ്ചൂരിയൻ. അതെ, അപ്പോൾ ഗോബി മഞ്ചൂരിയൻ വേണം. അങ്ങനെയാണ് അതിൻ്റെ പേര്. ഗോബി മഞ്ചൂരിയൻ. ആള് കുറവുണ്ടല്ലേ? അന്ന് വന്നപ്പോൾ ഭയങ്കര ആളായിരുന്നു. അന്ന് വന്ന കണക്ക് നമുക്ക് ഇപ്പോൾ വരാനേ രുദ്ര ഉള്ളപ്പോൾ പറ്റില്ല. നല്ല തിരക്കല്ലേ. നമ്മള് ലൈറ്റ് മലന്ന് നോക്കുന്നുണ്ട്. ഇത് ഞാൻ അപ്പുറത്തുണ്ട് കാണുന്നത്. അയ്യോ തുപ്പല്ലേ. ഇനി നമ്മൾ നൈറ്റ് തന്നെ കാണാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് തിരക്ക് കുറവാണെങ്കിൽ കയറുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് പാട്ട് ആസ്വദിക്കാൻ ഒട്ടേറെ വിഭവങ്ങളുണ്ട്. അലങ്കാര വർണ്ണ മത്സ്യങ്ങളുടെയും അരുമ പക്ഷികളുടെയും നയനാനന്ദകരമായ പ്രദർശനങ്ങൾ. ഇവിടെ പറഞ്ഞത് മാത്രമേ ചാർജ് ചെയ്യൂ. ICICI ബാങ്ക് ഗോൾഡ് ഫിക്സ്ഡ് ആൻഡ് ട്രാൻസ്പെറന്റ് ഇൻട്രസ്റ്റ് റേറ്റ്.
ഇവിടെ ഒന്നുമില്ല. ഇതൊക്കെ പഴയ സാധനങ്ങളെന്ന് പറഞ്ഞിട്ട് പുതിയ സാധനങ്ങളാണ്. ഏത് ഞായറാഴ്ച അറിയത്തില്ല. വൺമസ്തമാണ്. അത് കൊടുത്തിട്ട് മതിയോ? ബൺമസ്ക തിന്നു എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. വലിയ ഓണം ഇല്ലടി. അങ്ങനെ പറയല്ലേ, വാങ്ങിച്ച് തിന്നിട്ട് അങ്ങനെ അല്ല, വാങ്ങിച്ച് തിന്നിട്ട് നമ്മളുള്ളതുള്ളതുപോലെ പറയണം. സംഭവം നമുക്ക് കിട്ടിയത് വലിയ ഇതില്ലായിരുന്നു. എനിക്ക് അന്ന് കിട്ടിയത് തണുത്തതായിരുന്നു. അതുകൊണ്ട് എനിക്ക് അതിന്റെ ഇതറിയത്തില്ല. ഇതിൽ പേടിപ്പിക്കും. ചക്കര പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. കാണാൻ പറ്റും. കണ്ട അല്ല, അത്രയൊന്നുമില്ല. ഇതൊന്നും കാണാൻ പറ്റുന്നില്ല. ഏത് വഴി? ഇത് മാത്രം ഇത്തിരി കാണാം. ഗാർഡനില്ല. ഇത്രയല്ലായിരുന്നു. സംഭവം കയറി ഇരുട്ടായതുകൊണ്ട് ഒന്നും അറിയാൻ പറ്റില്ല. ഇവനെ കണ്ട് പേടിച്ചു. എടാ, നിന്നെ കണ്ട് പേടിച്ചടാ. അതിൻ്റെ അകത്ത് കയറിയിട്ട് പേടിച്ചില്ല. ഞാനാണ് പേടിച്ചത്. പിന്നെ കഴിച്ചില്ലേ അപ്പം? എല്ലാ തീർത്ഥാടകർക്കും സ്വാഗതം, സുസ്വാഗതം. ഈ തീർത്ഥാടനവേളയിൽ ശിവഗിരി ഉത്സവാഘോഷത്തിലാരംഭിക്കാം. ഞങ്ങളുടെ 40, 40, 140 രൂപയ്ക്ക് കുഴപ്പമില്ല. സംഭവം ഒരുപാട് സാധനങ്ങളൊക്കെ കുറഞ്ഞു. സംഭവം നമ്മളിപ്പം ഇത് കഴിഞ്ഞല്ലോ, തീർത്ഥാടനം കഴിഞ്ഞിട്ട്. ഏത് കുങ്കുമച്ചപ്പ? അത് ഒറിജിനലാണ്. ഏതായാലും എനിക്ക് വേണ്ടേ. ഏത് വേണം? ഏത് വേണം? ഇതാ എത്ര എണ്ണ എടുക്കട്ടോ? അതന്നെ രുദ്രയുടെ ഒരു ഉറക്കം കഴിഞ്ഞിട്ടാ. കള്ള ഉറക്കം വരുന്നു രുദ്ര. എന്നിട്ട് പെണിച്ചിരിക്കുകയാണ്. കോഴിക്കോടൻ ഹൽവയുണ്ട്. ഇനി നമ്മുടെ ലക്ഷ്യം പാനിപ്പൂരി നല്ലതാണെങ്കിൽ മേടിക്കുള്ളൂ കേട്ടോ. മറ്റേ മധുരമൊക്കെ ഇട്ടിരുന്ന കൊള്ളത്തില്ല. അതാണെങ്കിൽ മേടിക്കൂല. നല്ല പാനിപ്പൂരി ആണെങ്കിൽ വാങ്ങും. നല്ല ഒതൻറ്റിക് പാനിപ്പൂരി. പിന്നെന്താണ് നമുക്ക് വേണ്ടത്? അതെ, അതിൻ്റെ പേര് മറന്നുപോയല്ലേ. നിനക്ക് ഞാൻ പറഞ്ഞു തന്നെ, എന്നിട്ട് മറന്നുപോയി. എന്തേലും ആവട്ടെ, കാണിച്ചു തരാം.
ഐസ്ക്രീം ഓണായിട്ട് ആ പേപ്പർ എന്തിനു പറയും പേപ്പർ പമ്പ് ഒന്നും എനിക്ക് വേണ്ട. എത്രയാണ്? ഒന്ന് മതി. എന്തേരാണ് ഇപ്പോഴാ? അന്ന് പണ്ടല്ലേ നമ്മൾ വന്നല്ലോ. കഴിഞ്ഞാണോ? അപ്പോൾ ചോളം വാങ്ങണ്ടല്ലോ. ഒരു വിധം ഇപ്പം തന്നെ നല്ല വയറ് നല്ല ഫുള്ളായി. ചോളം വാങ്ങുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ അപ്പുറത്തിറങ്ങി നടന്നു പോകത്തില്ലേ? അപ്പുറത്ത് പോയിട്ട് പിന്നെ ഇപ്പുറത്ത് ചാടാണ്. നമുക്ക് അപ്പുറത്ത് നടന്ന് പോയിട്ടേ പിന്നെ ഇപ്പുറത്ത് ചാടണ്ടേ. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ കൂടെ പോണേലേ സേഫ്. നീ രുചികരമായ ഫ്ലേവറുകളിൽ ടെൻഡർ കോക്കനട്ട്, ഫിഗ് ആൻഡ് ഹണി, സ്പാനിഷ് ഡിലൈറ്റ്, ബ്ലൂബെറി, ബട്ടർസ്കോച്ച്, ജാക്ക്ഫ്രൂട്ട്, ബ്ലാക്ക്കറന്റ്, വാനില, സ്ട്രോബെറി. ആരാണ് വന്നേ? ഓക്കെ, ഇതെല്ലാം റെക്കോർഡാണ്. ഇനി നമ്മളെവിടെ പോണ്? ഇനി മറ്റേ ജയിൻറ്റ് വീലൊക്കെ ഉള്ള സ്ഥലത്ത് പോവാം. ചെറിയ ജയിൻറ്റ് വീലാണ് കേട്ടോ. ജയിൻറ്റ് വീലൊന്നും കയറുന്നില്ല. അവിടെ നല്ല തിരക്കുണ്ടാന്ന് നോക്കട്ടെ. നല്ല ഞെരുക്കില്ലെന്നുണ്ടെങ്കിൽ കയറാം. പറവിനെ കയറ്റിവിടാം. മറ്റേ സാധനമൊന്നുമില്ലോ. അതല്ല ഒന്നുമേ ഇല്ലേ. അവിടെ എന്തൊരു ഗെയിമെന്ന് നോക്കാം. അത് അവരതായിരിക്കും. എനിക്ക് ഞാൻ ഒരുവിധപ്പെട്ട എല്ലാ സാധനത്തിലും കയറിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോഴും ഞാൻ ഒരു സാധനത്തിൽ ഇപ്പോഴും കയറാത്തതായിട്ടുണ്ട്. അതായത് ഈ ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പം ഇപ്പോഴും ഞാൻ കയറാത്തൊരു സാധനമുണ്ട്. അതെന്തിനാണെന്ന് കാണിച്ചു തരേ. പക്ഷെ ഇനി എനിക്കതിട്ട് കയറാനിട്ട് സമ്മതിക്കത്തുമില്ല. എനിക്ക് മാത്രമല്ല ഒരുവിധപ്പെട്ട ആളുകൾക്ക് മൊത്തം ആ ഒരു ആഗ്രഹം ഇപ്പോഴും ഉണ്ട്. അതെന്താണെന്നുള്ളത് ഇപ്പം കാണിച്ചു തരാം. ഇതിൽ ഇനി ഇതിട്ട് കയറാന്ന് വിചാരിച്ചാൽ നമ്മളെ കയറ്റി വിടത്തുമില്ല. അത് തന്നെ. ഇനി രുദ്ര കയറി പോണത് നമുക്ക് കണ്ടു നിൽക്കാം. അതാ നിരങ്ങിയൊക്കെ വരുന്നുണ്ടാ പിള്ളേര്. പോയി എന്തിര് നോക്കണ? വെള്ളത്തിൽ ഇറക്കി വിടട്ടോ. ബോട്ടിൽ കയറണോ? ബോട്ടിൽ കയറണോ? അറിജേ ബോട്ടിൽ കയറണോ? പോട്ട്. അത് തന്നെ. അവനെ കൊണ്ടുവച്ച് ഇടി. ഇടി ഇപ്പം കിട്ടും. കൂട്ടി ഇടി ഇപ്പം ഇറക്കും. രണ്ടും കിറക്കടാ. ചവിട്ടി വിട് പാപ്പാ. ചേർക്ക് എന്നെ വെറുതെ വിടണം. എന്നെ വെറുതെ വിടണം. എന്ത് പറ്റി? ഇപ്പോഴും ചേരാൻ പേരുള്ള അങ്ങനെ ചോന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സാധനത്തിൽ ജൈവീ കയറില്ല. ജൈവീ കയറില്ല. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞേട്ടാ. നമ്മൾ സംഭവം തീർത്ഥാടന സമയമെല്ലാം കഴിഞ്ഞിറങ്ങിയത് കൊണ്ടാണ് നല്ല ആളും കുറവ്, സാധനങ്ങളും കുറവ്, അങ്ങനെ ഒരു വൈബ് കിട്ടാത്ത സംഭവം. നമ്മളിവിടെ നിന്ന് ഇനി നേരെ കല്ലൂൻ്റെ അടുത്ത് പോയിട്ടോ. അവരുടെ വീട് ഇവിടെ തൊട്ടടുത്താണേ. ഇനി അവരെ വീട്ടിൽ പോയിട്ട് നേരെ നമ്മൾ വീട്ടിലോട്ട് പോകാം.
വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് കുറേ അങ്ങ് മുമ്പോട്ടാണ് കേട്ടോ. ഇവിടെ പാർക്ക് ചെയ്താലും പാടാണ്. ഞാൻ ഇത്തിരി കുറച്ച് താഴോട്ട് ഇറക്കി വെച്ചിരിക്കുകയാണ് വണ്ടി. അത് എടുക്കാൻ പറ്റുമോ എന്തോ. ഇത് വേറെ വണ്ടികളുണ്ട് പാർക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ പാടാണ് കേട്ടോ. നോക്കാം എന്തിനാണ് വരുമോ എന്നുള്ളത്. ബൈക്ക് ഇവിടെ ഉണ്ട്, പക്ഷെ ഇറക്കാൻ പറ്റുമോ? ഇറക്കാൻ പറ്റും. എന്താ നമ്മളെ കല്ലൂൻ്റെ പാവയാണ്. കല്ലൂനെ കണക്കാണ് ഇരിക്കണേ. വേണ്ട വേണ്ട, രണ്ടുപേരും ഒരേപോലെയാണ് ഇരിക്കുന്നത്. അവള് വരുമ്പോ കിട്ടില്ല. താഴെ ഇറങ്ങും, താഴെ ഇറങ്ങും, താഴെ ഇറങ്ങും. ഇല്ലെങ്കിൽ അവള് മരം നോക്കൊണ്ട് പോകും. പെണ്ണ് എന്നെ കൊടുത്തിട്ട് ഹലോ. അപ്പോൾ നമ്മൾ ശിവഗിരി പോയിട്ട് കല്ലൂൻ്റെയും അല്ലുവിൻ്റെയും വീട്ടിൽ പോയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇതാ നമ്മുടെ പാറക്കുട്ടി നല്ല ഉറക്കമായി കേട്ടോ. നല്ല ഉറക്കമായി വണ്ടിയിരുന്ന് ഉറങ്ങി. അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് അവിടുത്തെ വീഡിയോസൊന്നും ചിത്രീകരിക്കാൻ കഴിഞ്ഞില്ല. ഒന്നാമത്തെ കാര്യം സംഭവം നമ്മൾ ആ സീസണിൽ പോയി കഴിഞ്ഞാൽ, അതായത് അവിടുത്തെ ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയത്ത് പോയി കഴിഞ്ഞാൽ നല്ല തിരക്ക്, നല്ല ആളുമായിരിക്കും. അത് കഴിഞ്ഞ വർഷത്തെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് രുദ്രയെ കൊണ്ടൊന്നും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആൾ കുറഞ്ഞതിന് ശേഷം ഞങ്ങൾ പോയത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ആളും കുറഞ്ഞു. ഇന്ന് അവസാന ദിവസമായിരുന്നു കേട്ടോ. 2026 ആദ്യത്തെ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും, മെയിനായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു വീഡിയോസായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ.